നമസ്കാരം. കുവൈറ്റിൽ മാർച്ച് 31 ശേഷം സർക്കാർ പൊതുമേഖലകളിലെ വിദേശികളുടെ കരാറുകൾ പുതുക്കില്ലെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ. സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി സ്വദേശികളുടെ തൊഴിൽ വർദ്ധിപ്പിക്കാനും പ്രവാസി തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് പുതിയ നീക്കം. നിലവിൽ സർക്കാർ മന്ത്രാലയങ്ങളിലെ ഘട്ടം ഘട്ടമായി പ്രവാസി തൊഴിലാളികളെ കുറച്ചുകൊണ്ടുവരുന്നതിന് പിന്നാലെയാണ് പൊതുമേഖലയിലടക്കം പ്രവാസികളുടെ കരാറുകൾ പുതുക്കില്ലെന്ന നിലപാട്. ഓരോ മന്ത്രാലയത്തിലും നടപ്പാക്കേണ്ട ശതമാനം തീരുമാനിച്ച് CSE നൽകിയിട്ടുണ്ട്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷന്റെ കണക്കുകൾ പ്രകാരം കുവൈറ്റ് സ്വദേശികൾ 4,02,215 എണ്ണമാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത്. 1,20,502 പ്രവാസികളും ജോലി ചെയ്യുന്നുണ്ട്. അതായത് പ്രവാസി ജീവനക്കാർ 23% വരും. ഇത് കുറച്ച് സ്വദേശിവൽക്കരണമാണ് ലക്ഷ്യം. തീരുമാനം നടപ്പായാൽ ആയിരക്കണക്കിന് പ്രവാസികളുടെ ജോലിയെ ഇത് ബാധിക്കും. എന്നാൽ യോഗ്യതയുള്ള സ്വദേശികൾ ലഭ്യമല്ലാത്ത മേഖലകളിൽ സാവകാശം അനുവദിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ സാങ്കേതിക പരിജ്ഞാനം നേടിയെടുക്കാൻ സ്വദേശി യുവതിയുവാക്കളെ പ്രാപ്തരാക്കും. പ്രവാസികൾ കൂടുതൽ ജോലി ചെയ്യുന്നത് ആരോഗ്യ മേഖലയിലാണ്. നിലവിൽ 38,829 തൊഴിലാളികളാണ് ഇവിടെയുള്ളത്. രണ്ടാമതാണ് വിദ്യാഭ്യാസ മന്ത്രാലയം. ഇവിടെ 27,012, പ്രതിരോധ മന്ത്രാലയത്തിൽ 15,944, ആഭ്യന്തരം, അവ്കാഫ് ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രാലയത്തിലുമായി 11,500-ലധികം പ്രവാസി തൊഴിലാളികളും ജോലി ചെയ്യുന്നുണ്ട്.